നമുക്ക് സന്ധ്യ നമസ്കാരം ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. ആദാതാവകമേരു ലോകം നിന്നധികാരം സ്വഹോലാപോലപുരോ വലരൂഹോ കാദീശോ ഗോത്രം മൃതജീവ പ്രദനേ നിറഞ്ഞവനെ പുനരുത്ഥാനത്ത് നിന്നോട് പുതുതാക്കിയിടണമേ. നിന്നിൽ നിദ്രയിലായി നിന്റെ മൃതരിൽ കാണിയണമേ. അവരപരാഗത്തെ ദൈവമേ സദാകുലയോ ആകോ മടിയിൽ പാർക്കണമേ. വന്നവനോ വരുവോ മൃതരോ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നമസ്കാരം. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. എൻ്റെ രാജ്യം വരണമേ. ആവശ്യമുള്ളാപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചുപോലെ എൻ്റെ കടക്കും പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ നിങ്ങളെ പ്രവേശിക്കരുതേ. എന്നോട് രാജ്യം ശക്തിയും മാത്രം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധിയുള്ള ദൈവം തമ്പുരാനുള്ള വേടിച്ചോളണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. എൻ്റെ രാജ്യം വരണമേ. എൻ്റെ കടക്കാരോട് ക്ഷമിച്ചുപോലെ പ്രവേശിക്കരുതേ. വിനിയോഗം എടുത്തുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുഭകോല പോലെ ൂഹോക്കാദീശോ. സകലത്തിൻ്റെ നാഥനായ ദൈവമേ, നിന്റെ മാതാവിനെയും എല്ലാ പരിശുദ്ധന്മാരെയും ഈ സമയം പരിശുദ്ധ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ പരിശുദ്ധ സഭയെയും അതിൻ്റെ പ്രജകളെയും നീ ഓർത്ത് എല്ലാ വിശ്വാസികളെയും സംരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വകുല സുബാൻ ലവൽ മീൻ. ദൈവമേ, നിന്റെ കർമ്മം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ വേദത്തിന് പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ പാപങ്ങൾ പഠിപ്പാക്കണമേ. അറിയുന്നു എൻ്റെ പാപങ്ങൾ ഇപ്പോഴും എനിക്ക് നേരെ ഇരിക്കുന്നു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുക നിന്നെ അവധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ഞാൻ ഉദ്ഭവിച്ചു പാപങ്ങളിൽ, എൻ്റെ മാതാവിൻ്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്നെ മുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായ്ക്കണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. ബൗദ്ധമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും.
എന്നാൽ ബലികൾ നിതിര മനസ്സായില്ല, ഹോമബലികൾ നിരപ്പായുധമില്ല. ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പണിയണമേ, അപ്പോൾ നിബലികളിൽ ഹോമബലികൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിബലിപീഠത്തിന്മേൽ കാടുകളിലേക്ക് കയറും. ദൈവമേ, ശുഭോലാ പോല പുറോ വൽ റൂഹോ കാദീശോ യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിയിടട്ടെ. സകല നിവാസങ്ങളിൽ നിന്ന് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറയ്ക്കുമോർ സ്വർഗീയ സൈന്യങ്ങളാൽ സേവിക്കപ്പെടുകയും ശ്രാപ്പന്മാരാൽ കാദീഷ് എന്ന പാട്ടുകളാൽ സ്തുതിക്കപ്പെടുകയും സർവചരാചരങ്ങളാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സ്തുതി. തനിക്ക് സ്ലീബാ പെരുന്നാളിന് ശേഷം വെള്ളിയാഴ്ചയുടെ സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും അടിയങ്ങളായുസോടിരിക്കുന്ന ആളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബുക്കുൽഹൂൻ യൗമോ സുദഹായേ ലവൽ മീൻ. പാറയ്ക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെ വലിയമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലനത്തിൻ്റെ പാപങ്ങളും മായ്ച്ച് ഉത്തമനേ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനെ അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും മാതൃതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹാ തമ്പുരാനെ, കർത്താവേ, മോത്തനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും ചെയ്യുന്നവനുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്നും വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളവും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്ത്യ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബറയ്ക്കുമോർ ഹോഷോ വബുകുല സുബാൻ ലവൽ ബീൻ. ബാറയ്ക്കുമോർ കാലത്തികവിൽ തിരുവിഷ്ടപ്രകാരം നിർമ്മല കന്യകയിൽ നിന്നും ജഡം ധരിച്ച് മാതാവിൻ്റെ കന്യാവ്രതത്തിന് ഭംഗം വരാതെ അവളിൽ നിന്നും ഉദയം ചെയ്ത പരിശുദ്ധനും മഹത്വാനുമായിരിക്കുന്ന ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവിൻ്റെ അപേക്ഷകളാലും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹദേന്മാരുടെയും മൽപ്പാന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും നിനക്ക് ഇഷ്ടരായി തീർന്ന എല്ലാ നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാലും ഞങ്ങളോട് നിരപ്പാകണമേ. അവരുടെ ഓഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ മണവറേക്കും ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയരെയും അർഹരാക്കണമേ.
അവരോടൊരുമിച്ച് കർത്താവെ ഞങ്ങൾ നിന്നെയും നിന്റെ വന്യപിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും എന്നും സ്തുതിക്കുമാറാകണമേ. പറയ്ക്കുമോർ ഹോഷോ വബുക്കുല സുബാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. നാഥനെ വാഴ്ത്തുവിനുത്തമരെ പരിമള ധൂപയുധാം ദൈവത്തിൻ ജനനീ കന്യകം ശുഭകോലാപോലപുറോവൽ റൂഹോ കാദീശോ പരിമളധൂപയുധം വൈദികമൽപാത്മാ നീതി പ്രിയ സേത ഓർമ്മ ഭവിക്കട്ടെ. അറിയാമിൻ വരണ ദൈവപ്രസവേത്രീ കന്യ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം മശിഹായെ കാൺമാൻ കാന്തി മാതാവിൻ്റെ പെരുന്നാളുകളും പരിശുദ്ധന്മാരുടെ ഓർമ്മയും സഹദേന്മാരുടെ പദവും തൻ്റെ തിരുസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായ കാഴ്ചയായി അംഗീകരിച്ച കാരുണ്യവാനായ കർത്താവേ, അവരുടെ ഓർമ്മയുടെ ഈ ദിവസത്തിൽ ബലഹീനരും പാപികളുമായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സുഗന്ധധൂപം കൈക്കൊള്ളുമാറാകണമേ. ഇതുമൂലം ജീവിച്ചിരിക്കുന്നവർക്ക് സംരക്ഷണവും വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും സിദ്ധിക്കണമേ. ഞങ്ങളിപ്പോഴും എല്ലായ്പ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറയ്ക്കുമോർ മോറാൻ വാലോഹാൻ ലവുൽമീ. വാനിലും ഓഴിയിലേതനിലും ഹാലേലുയ്യാം. ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമാ കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭൂവിസ്വർഗേ തൽസ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാഥാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ പാർക്കുമോ. ശുഭകോലാപോലപുറോവൽ റൂഹോ കാദീശോ മെൻമൂലം വാനാമുൽമൂലം വൽമീനാവിനഹാലേലുയ്യ. പാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാ സ്തോത്രം തേ. കർണത്താലവനെ കൈക്കൊണ്ടുദരെ പേറി ഗർഭാശയ കന്യാമുദ്രകളീന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്ത്തവരിച്ചോനെ.
നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. പ്രാർത്ഥിപ്പിൻ സ്നേഹന്മാരെ കർത്താവോടായി ഭിന്നത സബദൻ സന്താനങ്ങളിലില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു. സത്യമതാം മോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനേ. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്താൽ മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹതേ നാം നിങ്ങൾ നാനാവിധയാതനയും കൂസിയിടാതെ ഗളരുധിരത്താൽ ധവളിമയങ്ങൾ ഉളവാക്കി പീഡകളെ വെന്നികമശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി. പണ്ഡിത വൈദ്യ രോഗാർത്തർക്കായി സൗഖ്യമിയറ്റിടുവാൻ അധികാരം തേ നൽകി പരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്ക് ഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ആഹ്വാനം ചെയ്യുന്നുലകെത്തുക നാഥ, കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാ. ഭിന്നത നിർവൃതികർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും പീഡിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെന്നുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ ശ്രീമായാൽ. ന്യായാധിപതേ അങ്ങേ കരിശം ചേർത്ത കടത്താലൻ തല താഴ്ത്തരുതേ. വിധികേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും. നിന്തിരുമേയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൻ സ്ലീബ ഞാൻ കൂപ്പി പിഴപോക്കി. നിന്മേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. ഖേദം വേണ്ട മിശിഹായിൽ പ്രതിപൂണ്ടോരെ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനദിനം. കേടന്നേ കബറുകളിന്നും നിങ്ങളിടുന്നേ, അതിവേഗം രാജാത്മജനെ എതിരെ പാലെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാനാഥ സുഖജീവപ്രദനെ കൃപ ചെയ്യുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിൻ്റെ ജീവനേറ്റവും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ
നമ്മുടെ രക്ഷയ്ക്കായതിൻ്റെ ജീവനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. വിശ്വസിച്ച് പറയുന്നു. അവർ ഇങ്ങനെ യാത്ര ചെയ്ത് ഗന്നസരേത്ത് ദേശത്ത് എത്തി. ആ ദേശക്കാർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും ആളയച്ച് രോഗികളായ എല്ലാവരെയും അവൻ്റെ അടുക്കൽ വരുത്തി അവൻ്റെ കുപ്പായത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടുവാൻ അവരെ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. തൊട്ടവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. അനന്തരം ജെറൂസലേമിൽ നിന്ന് പരീശന്മാരും വേദപണ്ഡിതന്മാരും യേശുവിൻ്റെ അടുത്ത് ചെന്ന്, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യങ്ങൾ ലംഘിച്ച് അപ്പം ഭക്ഷിക്കുമ്പോൾ കൈ കഴുകാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് ഇപ്രകാരം പറഞ്ഞു, പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നും പിതാവിനെയോ മാതാവിനെയോ ദുഷിക്കുന്നവൻ വധിക്കപ്പെടണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ ദൈവത്തിന് വഴിപാടായി അർപ്പിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാരമ്പര്യത്തിൻ്റെ പേരിൽ ദൈവവചനം നിരർത്ഥകമാക്കുന്നു. കപടഭക്തരെ, നിങ്ങളെക്കുറിച്ച് ഈ ജനം അവരുടെ അധരങ്ങൾ കൊണ്ട് മാത്രമാണ് എന്നെ ബഹുമാനിക്കുന്നത്. അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. അവർ മനുഷ്യകൽപ്പനകളാകുന്ന ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ സേവിക്കുന്നുവെന്ന് യേശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനം എത്ര ശരിയായിരിക്കുന്നു. യേശു തമ്പുരാൻ ജനത്തെ അടുക്കൽ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ട് ഗ്രഹിച്ചുകൊള്ളുക. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നാളുകളഹോ ഹല്ലേലൂയ, പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. സുബഹോലാബോലപുറോ വലറൂഹോ കാദീശോ മെൻപോലം പാദമുൽപോലം പുൽമീനാമി. മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിന്നോദ്യാനത്തിനായി സ്തൗമൻ കാലോസ് കുറിയനായിസോ. മാതാതാവകമേരു ലോകം നിന്നധികാരം താനെങ്കും ശ്ലീബായാൽ ജീവിതരേക്കാർ അൻപാൽ മുക്തി മൃതർക്കേക ബാറക്കുമോ. സ്വഹോലാബോലപുറോ വൽറൂഹോ കാദീശോ. സ്തോത്രം മൃതജീവപ്രദനേ, കബറിന്നേറ്റിടുന്നോനെ നിൻ പ്രേക്ഷകനാഥനുമാമലൻ റൂഹായ്ക്കും ഹല്ലേലൂയ. മുറിയോറാഹേ മേലൈനുവാദാറേ. മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ, തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും.
വിതുപൂത്രി ഭൂപാലരെ നീക്കും ഭൂപങ്ങൾ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലേ യാചിക്കും നിർമ്മലമാണിക്കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോനോട് അർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം സന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം. ദാമ്പത്യത്തിൻ ജഡരെ രൂപം നൽകിയൊരാഗ്യം ആഹ്വാനത്താൽ അഴിവന്യമേ എഴുന്നേൽപ്പിക്കും. ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലുമുണ്ടായിടട്ടെ. ശുദ്ധന്നേ ആലോഹോ ശുദ്ധന്നേ ബലവാനേ ഋഷറ്റോനെ മൃതിഹീന പരിശുദ്ധന്നേ കൃപ ചെയ്തിടണമേ. ശുദ്ധനീ ആലോഹോ ശുദ്ധനീ ബലവാനേ ക്രൂശറ്റോനെ മൃതിഹീന പരിശുദ്ധനീ കൃപ ചെയ്തിടണമേ. ശുദ്ധന്നേ ആലോഹോ ശുദ്ധനീ ബലവാനേ ഋഷറ്റോനെ മൃതിഹീന പരിശുദ്ധനീ കൃപ നാഥാകനിവാൽ കൃപ ചെയ്യുക. നാഥകർമ്മവുമാർത്ഥനകളുമേറ്റിട്ടവയാ കൃപ ചെയ്തിടണമേ. സ്തോത്രം ദേ ദേവേശ സ്തോത്രം തേ സൃഷ്ടാവേ. സ്തോത്രം പാപികളടിയാര് കൃപ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ. ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക്
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞാനഞ്ചുന്നേൻ പാപത്താൽ ശുദ്ധർക്കേകോ മോദപൂങ്കാവിൽ വേലിക്കു തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിനേകുകവാസം തിരുഹിതമാം സ്ഥാനേ പാർക്കുമോ. ശുഭഹോലാപോല പുരോബല റൂഹോ കാദീശോ മൂലം വാദമുൽമൂലം മുൽമീനാമീൻ സ്തുതി അനുദാന നൽകുക ഭാവുകമാറാവേ, തീരണമേ ഞാൻ നിന്നോട് കുന്നരമായി മുറിയോറാകെ മേലയുവാതാകെ. പാപം ചെയ്തോരോടാദ്രയുള്ളോനെ അൻപുണ്ടാകണമേ നിൻവീഥി ദിവസത്തിൽ. ആർത്തന്മാർ വാതിൽ മുട്ടുന്നു കൃപാലും കനിവോടർത്ഥനകൾ ഉത്തരമരുളണമേ. വാനവനാം താതാ യാചിക്കുന്നടിയ ഈ ശുശ്രൂഷയെ ആർദ്രത തോന്നേണം. മാനവതൻ നിശ മാനവതൻ ഗതിയെ ഈ ശുശ്രൂഷയെ ആർദ്രത തോന്നേണം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ആർക്കും ഓരത്തിന് ഇതിന് മറയിരിക്കുന്നവനും ദൈവത്തിന് നേരിൽ മോത്തപ്പെടുന്നവനുമേ. ഞാൻ ആശ്രയിക്കുന്ന ദൈവം
എന്റെ ശരണവന്റെ സങ്കേസ്ത്രവുന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വെറുത്ത സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവനവന്റെ തൂകലുണ്ട് നിന്നെ രക്ഷിക്കും. നിന്റെ ചിറകുകൾ അവന്റെ ചിറകുകളിൽ മറയ്ക്കപ്പെടും. അവന്റെ സ്ഥിതി നിന്റെ ഏറ്റവുമായുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പാൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലോ കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലത്തു ഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസരം മരങ്ങളിലാക്കിയിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസത്തിനെ സമീപിക്കുകയും ഇല്ല. എന്തെന്നാൽ നിന്റെ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് എന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലം നിനക്ക് ഇടച്ചു പോയി പാതിരിപ്പാൻ അവർ നിങ്ങളുടെ പച്ചങ്ങളിന്മേ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിക്കും. അവനെന്നെ രക്ഷിച്ചുകൊണ്ട് ഞാനവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്നെ നാമം അറിഞ്ഞുകൊണ്ട് അവനെന്നെ വിളിക്കും. ഞാനവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് ഇവിടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു. അവൻ നിന്റെ കാലിടുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലത്ത് കണ്ട് നിനക്ക് പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സർദോഷങ്ങളിൽ നിന്ന് നിന്നെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. അവൻ നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെ എന്ന് പറഞ്ഞേക്കും കാത്തോളും. അനുഗ്രഹത്തിന്റെ ചിറകൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സകലം കേൾക്കുന്നതിന് നിന്റെ അനുഗ്രഹത്താൻ്റെ അടിയറ അപേക്ഷ കേൾക്കണമേ. ഓത്തുള്ള രാജാവ് ഞങ്ങളുടെ രക്ഷകനുമായ ശ്യാംരാനെ നിലനിൽപ്പ് നിറഞ്ഞിരിക്കുന്ന സന്ധ്യ മുന്നുള്ള രാവ് ഞങ്ങൾക്ക് തരണമേ. നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളും പരിഹരിച്ച് മരണ ലോകം ഞങ്ങളോട് കരുണ ചെയ്യണമേ. അനുഗ്രഹങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീവ ദുഷ്ടനിൽ അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ചിന്തിക്കുന്ന ആളുകളൊക്കെ നിന്റെ ബലത്തിനെ ആവശ്യപ്പിക്കണമേ. നിന്റെ സമാധാനങ്ങൾ വാഴ്മാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാർക്ക് ശരണോ രക്ഷയുണ്ടാകണമേ. നിന്റെ പ്രത്യേകമറിയാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും ഔത്രതൃത്വമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ എന്നേക്കും വിശുദ്ധിയുമാത്തുള്ളവനുമാകുന്നു. നിങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ശരണമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാലഘട്ടതുപോലെ ഞങ്ങളോട് മനുഷ്യനേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനും സകലവും മനുഷ്യരാണ്
പിതാവിനും അവസാനമായ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും വാമോനത്തിന് മാമോദീസ നിന്നാസുയുടെ രാജമകൾ ഹാലേലുയ്യായൗ ഹാലേലുയ്യ നിന്മലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിഞ്ജനമോർക്കായിക പിതൃരവും പാറക്കുമോ ശുഭഹോലാബോലപുരോ വൽറുഹോ കാദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതന്ത്രകരണ്യങ്ങളിൽ അലിവാങ്ങ ഭക്തരപേക്ഷണം സൗമംഗല സുറിയലായിസോ മറിയാമിൻ സ്മരണം വരദായ ബഹോലാബോലപുരോ വൽറുഹോ കാദീശോ സവേത്രീ കന്യകമറിയാമിൻ ഉയരും നോയാറ് സുഖപരിമളധൂപം മുറിയോറാഹേ മേലായി മൂവാതാറേ മൊറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും തൻ കോപത്തിൻ വടികളെയും മാറ്റിയിടേണം. നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബിനോൻ കാരകിൽ പോതയിലും അവർ തളറിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ മൻമൂലം വാദാമൽമൂലം വൽമീനാമേ ഒരു പോലിങ്ങും മറുദീവന്നാസ്യോ മേലും നീന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ പ്രാർത്ഥനയേൻ സമയമീതല്ലോ മാർത്തോ മാമോർദിവന്നാസ്യോ പതിവിൻ പാടി നിൻ കൂട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശെ പോൽത്ത് കൈവാഴ്ത്തേണം പാർക്കുമോ ശുഭഹോലാബോലപുരോ വൽറുഹോ കാദീശോ നിന്നെ വരീശൊരു താതെന്നും മോദിവന്നാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ട് ഞങ്ങൾക്കെന്നും മുറിയോറാഹെ മേലുവതാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ അർപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാം വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ ദോഷികളെ മെതിച്ചിടുന്നേൻ നാമത്തിൽ നിന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു പാർക്കുമോ ശുഭഹോലാബോലപുരോ വലറുഹോ കാദീശോ മൻമൂലം വാദാമ
സ്ലീബാവെന്നു വെല്ലുന്നു. സ്ലീബാവെ ദ്വേഷിയവെന്നു സ്ലീബായെ സാക്ഷിച്ചോർക്ക സ്ലീബായാകട്ടെ കോട്ട സൗമങ്കാലസ് കുറേലായിസോ. നാഥൻ കൂട്ടായുള്ളതിനാൽ ദുഷ്ടനെ നാം പേടിക്കില്ല. തൻ ദിവ്യായുധധാരികളാം നമ്മൾക്കും നദിയുണ്ടാകും. ബാറക്കുമോ സ്വഹോലാപോലപുറോവൽ റൂഹോ കാദീശോ. സ്ലീബായെ തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ. മൃതനസ്തികളിന്മീതെ ചൊരിയട്ടെ കരുണാപാനി നീർ. മുറിയോറാഹെ മേലെ നുവാദാരേ. പുരിയിൽ ക്രൂശിതനാമീശോ സ്തോത്രം. പാറപിളർന്നു തൻധ്വനിയാൽ മൃതരേറി സ്തോത്രം പാടി. സ്വാർത്ഥം നേടിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും പാലിക്കുമോ. സ്വഹോലാപോലപുറോവൽ റൂഹോ കാദീശോ. മെന്നോലം വാദാമുൽമോലം വൽമീനാമേ. ശുചിയോടു ശുദ്ധ്യാവസ്കുദിശ. സ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാനദ്വാരങ്ങൾ നിർമ്മലമദ്ഭായിൽ കാർത്തൃ വൈദികരെ പിച്ചെല്ലും സ്വഹോലാപോലപുറോവൽ റൂഹോ കാദീശോ. ഗമനമഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേണമേ. മുറിയോറാഹെ മേലെ നുവാദാരേ. ആചാര്യേശ ഈ ഇടവകയുടെ കാവൽ പിതാവായ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കത്തക്കവണ്ണം ഇവിടെ എഴുന്നള്ളിയിട്ടുള്ള മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ വളരെ ഹാർദമായി വിനയപൂർവ്വം ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മെ അനുഗ്രഹിക്കേണ്ടതെന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നെല്ലി ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ യൂഹാനൻ മാർ ദിമിത്രിയോസ് തിരുമനസിനെയും വളരെ വിനയപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇപ്പോഴേ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിമിത്രിയോസ് തിരുമേനി ഈ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഗൾഫ് രാജ്യങ്ങളിലെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളും കുറേ പ്രായമുള്ളവരും
അവരുടെ കൈകളിലൊക്കെ ഓരോ റോസപ്പൂവ് ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ മണലാരണ്യത്തിലൊരു റോസപ്പൂവ് ഒരുപക്ഷെ അവർ വിദേശത്ത് നിന്ന് വരുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നട്ട് നനച്ച് വളർത്തിയതായിരിക്കാം. കേരളത്തിലെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും തമ്മിൽ നോക്കുമ്പോൾ ഒരു റോസപ്പൂവിന് എത്രമാത്രം കുഞ്ഞുങ്ങളെപ്പോലെ ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ ഇവിടെ വളർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ആലോചിക്കാതിരുന്നില്ല. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ വേണം ഇവിടെ എല്ലാവർക്കും ജീവിക്കാനായിട്ട്. അത് റോസപ്പൂവിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഒരുപാട് സ്ട്രഗിളിലൂടെ വേണം മുന്നോട്ട് പോകാൻ. എന്ന് പറഞ്ഞാൽ കേരളത്തിലോ മറ്റ് രാജ്യത്തോ സ്ട്രഗിൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൻ കമ്പാരിസൺ വിത്ത് അതർ കൺട്രീസ് ആൻഡ് ദെയർ ക്ലൈമറ്റ്, ദ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ഹിയർ, they have to survive a lot of troubles and they have to tolerate many extra negative climate, negative aspect of the life. പോകട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരിടത്ത് നിന്ന് ലഭിക്കുന്ന റോസപ്പൂവിനേക്കാളും അല്ലെങ്കിൽ ഒരു പുഷ്പത്തെക്കാളും ഇറ്റ് ഈസ് മോർ പ്രഷ്യസ് ഇൻ ഗൾഫ് ഏരിയ ഇത് ലഭിക്കുന്നത്. അപ്പോഴീ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ എത്ര റോസപ്പൂ പിടിച്ചാണ് അവരവിടെ നിന്നത്. ഞാൻ അത് തന്നെ കുറേ നിന്ന് നോക്കി അത് ആസ്വദിക്കുകയും അതിനെ മനസ്സുകൊണ്ട് ഏറെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഒരു 24 മണിക്കൂറിൻ്റെ ഒരു ഹ്രസ്വ സന്ദർശനത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2014 ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്നതാണ്. അന്ന് ഈ ദേവാലയം അതിമനോഹരമായി നിങ്ങൾ നിർമ്മിച്ച് ഇതിൻ്റെ മോറോൻ അഭിഷേകത്താലുള്ള കൂദാശാകർമ്മത്തിൽ ഞാൻ സംബന്ധിച്ചു. ഒരിക്കൽ കൂടെ ഇവിടെ സംബന്ധിക്കാൻ ഇടയായിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ ഈ 24 മണിക്കൂറിന് വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് യാത്രകൾ എൻ്റെ മുൻപിലുണ്ട്. ഒരുപാട് സങ്കീർണങ്ങളായ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മുൻപിലുണ്ട്. 4 മാസത്തിനകം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചു കൂട്ടണം. അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കെന്ന് പറയുന്നത് വളരെ ലബോറിയസാണ്, വളരെ അധ്വാനം നിറഞ്ഞതാണ്. അത് ആ പണിപ്പുരയിലേക്ക് ഞാനിപ്പോൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് ഒരു 24 മണിക്കൂർ സന്ദർശനം ഈ ഇടവയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് അത് സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. എന്തിനാണിത് എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ്? മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് അടരാടിയ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാണ്. ഒന്നിലധികം വ്യക്തികൾ കാണുമായിരിക്കാം. അദ്ദേഹത്തെ ബലപ്പെടുത്തുന്ന അൽമായ വൈദിക പ്രമുഖർ അതിൻ്റെ പുറകിൽ കാണും. വട്ടശ്ശേരി തിരുമേനി എലോൺ മേ ബി ഈസ് നോട്ട് ഏബിൾ ടു അച്ചീവ് ദ ഫ്രീഡം ഓഫ് ദ ചർച്ച്. അപ്പോൾ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനസ്സും ഹൃദയവും ആത്മാവും ജീവനും എല്ലാം പണയം വെച്ച് അടരാടിയ ഒരു പിതാവാണ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. പുലിക്കോട്ടിൽ തിരുമേനിയൊക്കെ അത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ. അതിനു മുൻപുണ്ടായിരുന്ന പിതാക്കന്മാരൊക്കെ അത് സ്വപ്നം കണ്ടതേ ഉള്ളൂ. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ദൈവം ഉപയോഗപ്പെടുത്തിയ ഒരേ ഒരു വിശുദ്ധ പോരാളി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മലങ്കര സഭയ്ക്ക് ഒരു സമയത്ത് മറക്കാനൊന്നും അവകാശമില്ല. ഈ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയമായിരുന്നാൽ പോലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര പേരാണ് ജീവൻ പണയപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. നിങ്ങൾ ആൻഡമാൻസിലെ സെല്ലുലാർ ജയിൽ സന്ദർശിച്ചിട്ടുണ്ടോ? ചിലരെങ്കിലും കാണും. അവിടെ എഴുതി വച്ചിട്ടുണ്ട് കുറേ പേരുകൾ. അവിടെ ഒരു കഴുമരം പ്രതീകാത്മകമായിട്ട് അവിടെ മാറ്റി വച്ചിട്ടുണ്ട്.
കഴുമരകത്തിലേക്ക് പോകുന്നവരുടെ പ്രതിരൂപങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കൊത്തുപണികളിലൂടെ വെച്ചിട്ടുണ്ട്. തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞത് ജയ് ജയ് ഭാരതമാതാ എന്ന് പറഞ്ഞ് കഴുത്തിൽ കഴുമരത്തിൻ്റെ കുടുക്കിട്ട് മരിക്കുകയാണ്. ദർ ആർ സോ മെനി പീപ്പിൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, വ്യവസ്ഥാപിതമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാ മനുഷ്യൻ്റെയും ജന്മാവകാശമാണ്. ആ ജന്മാവകാശത്തിൻ്റെ മീതെ ഒരു അടിസ്ഥാനപരമായ ഒരു നിയന്ത്രണം, പ്രത്യേകിച്ച് കാനോനിക്കൽ എപ്പിസ്കോപ്പൽ ക്രിസ്തീയ സഭകളിലെ അങ്ങനൊരു അടിമത്ത ഭാവം, പാരതന്ത്ര്യം ഉണ്ടാകണമെന്ന് ഒരിടത്തും ഉദ്ദേശിക്കപ്പെട്ടിട്ടുമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. ആകട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പിതാവിനെ എങ്ങനെയാണ് നമ്മൾ മാനിക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ്. ഒരു പരിശുദ്ധ ജീവിതം നയിച്ച ഒരാൾക്ക് മാത്രമേ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് ധൈര്യം വരികയുള്ളൂ. ദൈവത്തെ മുറുകെ പിടിക്കാതെ അങ്ങനെയുള്ള സ്ട്രഗിളൊന്നും അതിജീവിക്കാനായിട്ടും കഴിയുകയില്ല. അപ്പം അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ അധികം നേരമൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ ത്രോട്ട് ട്രബിള് സ്റ്റിൽ ഉണ്ട് കേട്ടോ. എന്നാലും പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചില കാര്യങ്ങളുടെ പ്രാധാന്യം കാണുമ്പോൾ. അപ്പോൾ ആ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയിൽ ആദ്യമായി ഒരു ദേവാലയം സ്ഥാപിച്ച് ആദരിച്ചൊരു ഇടവകയാണ് അലൈൻ സെൻറ്റ് ഡൈനേഷ്യസ് ചർച്ച് എന്ന് പറയുന്നത്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ആ പരിശുദ്ധനാൽ ഏറെ കരുതപ്പെടുന്നവരുമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും പരിശുദ്ധന്മാരാൽ കരുതപ്പെടുകയും കാക്കപ്പെടുകയും ചെയ്യുന്ന ഒരിടവകയാണ്. അപ്പോൾ ചിലർക്ക് തോന്നും ഈ പരിശുദ്ധന്മാരെയൊക്കെ ഇങ്ങനെ നമ്മൾ ആദരിക്കണമോ, അതിൻ്റെ വലിയ ആവശ്യമുണ്ടോയെന്ന്. ഞാൻ നമ്മുടെ നമസ്കാര പുസ്തകത്തിലെ ഒരു 2-3 വാചകങ്ങളൊന്ന് വായിക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഈ പിതാക്കന്മാർ അത്ര മണ്ടന്മാരാണോ എന്ന് എനിക്കറിയാൻ മേല. യൗസേപ്പ് മിസ്രൈമിലേക്ക് ഒരു ചതിവിൽപ്പെട്ട് രക്ഷപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് ആ ചെറുപ്പക്കാരൻ മിസ്രൈമിലേക്ക് വരുന്നത്. പൊട്ടക്കിണറ്റിലിട്ട് അവൻ്റെ സഹോദരന്മാർ അവനെ കൊന്നുകളയുവാൻ തന്ത്രങ്ങളും ഒക്കെ ഒരുക്കി അതിൽ പെട്ടുപോയി. പക്ഷേ മരിച്ചില്ല. അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒരു ചരക്ക് വിൽപ്പന പോലെ ആ മനുഷ്യനെ വെറൊരു സാധനം പോലെ കരുതിയിട്ട് ഒരു വിൽപ്പന ചരക്കായിട്ട് മിസ്രൈമിലേക്ക് വിൽക്കപ്പെടുകയാണ്. ദർ ദ ഗോഡ് ഇൻ്റർവീൻ ഇടപെട്ടു. ആ മനുഷ്യനെ ഒരു വിൽപ്പന ചരക്കായിട്ട് അവിടേക്ക് എത്തപ്പെട്ടെങ്കിലും പിന്നീട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ഉയർത്തപ്പെടുന്നു. ദാറ്റ് ഈസ് ദി വിൽ ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് എ പ്ലാൻ ബിഹൈൻഡ് ഓൾ ദീസ് ഇവൻറ്റ്സ്. അത് ചെന്ന് അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടി മരിച്ചു. കുറേ കഴിഞ്ഞു. ആളുകൾ, അപ്പനും വന്നു, മക്കൾ വന്നു, ചേട്ടൻ വന്നു, അനിയൻ വന്നു, അതൊക്കെ നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹത്തിന് പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട്, കുറേ വർഷങ്ങൾ 100-400 വർഷം അവിടെ പിന്നെ കഴിഞ്ഞുകൂടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാലത്ത് മടങ്ങിപ്പോകും നമ്മുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക്. ആ പോകുമ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ ഇട്ടേക്കരുത്, ഈ മണ്ണിൽ ലയിക്കാനിടയാകരുത്. എൻ്റെ അസ്ഥികൾ നിങ്ങൾ പെറുക്കിയെടുത്ത് യു ഹാവ് ടു ടേക്ക് ബാക്ക് ടു അവർ നമ്മുടെ ഫോർഫാദേഴ്സിൻ്റെ ആ കല്ലറയിൽ അവിടെ വെക്കാവൂ എന്ന് പറഞ്ഞു. മോശ എന്ത് ചെയ്തു?
ഇവരെ അവിടുന്ന് അടിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ഇത് വാരിയെടുത്തു. 1400 വർഷം പഴക്കമുള്ള അസ്ഥികൾ വാരിയെടുത്ത് നെഞ്ചെ പിടിച്ച് ഇത് കൊണ്ടുപോയി. അതിനെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാരെ ഒരു വാചകം എഴുതി നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ എഴുതിയതല്ല. years and years back അവർ സെയിൻസ് അവർ ചെയ്താണ്. എന്താണെന്നറിയാമോ? അത് നഗരത്തിൽ നിന്നൊരു കോട്ട കണക്കെ ഇസ്രായേലിൽ സ്ഥാപിച്ചാൻ യൗസേപ്പിൻ അസ്ഥികൾ മോശ. ഈ അസ്ഥികളെ ഇസ്രായേലിൽ സ്ഥാപിച്ചത് എന്തിനാണെന്നറിയാവോ? അവരുടെ ആ ഇസ്രായേലിൻ്റെ നടുവിലൊരു കോട്ട പോലെ വെച്ചു എന്നാണ് പറയണേ. കോട്ട എന്ന് പറഞ്ഞ് സുരക്ഷിതത്വത്തിൻ്റെ കോട്ടയാണത്. അതുകൊണ്ട് പിതാക്കന്മാർ പാടുകയാണ്, നഗരത്തിൽ നിന്നൊരു കോട്ട ഇസ്രായേലിൽ സ്ഥാപിച്ചാൻ യൗസേപ്പിൻ അസ്ഥികൾ മോശ. എന്നിട്ട് പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ അസ്ഥികളാകുന്ന കോട്ടയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇതാണ് വട്ടശ്ശേരി തിരുമേനിയുടെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുന്നതിൻ്റെ നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ പശ്ചാത്തലം. അത് വാരിയെടുത്ത് അവർക്കൊരു സംരക്ഷണം കൊടുക്കുന്നു. മോശ അത് തിരിച്ചറിഞ്ഞ് ഇത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞത് കാനോനിക പ്രാർത്ഥന, പുരോഹിതന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നത് ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയിലുണ്ട്. അത് മറ്റേ കുർബാന ക്രമത്തിലല്ല, നമ്മൾ ശിവപ്പടി. അത് ഒരു എത്രയോ 1, 2, ഒരു 4, 5 നൂറ്റാണ്ടുകളിലൊക്കെ എഴുതിയ പിതാക്കന്മാരുടെ പുസ്തകമാണ്. യൗസേപ്പിൻ്റെ അസ്ഥികൾ കോരിയെടുത്ത് ഇസ്രായേൽക്കാരെ ഒരു കോട്ട എന്ന നിലയിൽ അതിനെ സൂക്ഷിക്കുകയും അതിനെ സംരക്ഷിക്കുകയും, അതുപോലെ നമ്മൾ പരിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ അസ്ഥികൾ ഞങ്ങൾക്ക് ഒരു കോട്ടയായി തീരണം, ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സങ്കേത നഗരം, ഒരു സങ്കേത സ്ഥാനമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരിടത്തൊന്നും മാത്രമൊന്നുമല്ല, ഇത് ബൈബിളിലൊക്കെ ഒരുപാടുണ്ട്. ഇത് വേദപുസ്തകത്തിലുമുണ്ട്, നമസ്കാര പുസ്തകത്തിലുമുണ്ട്. നമ്മളിത് ചിന്തിച്ചാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ആദ്യ ദേവാലയം എന്നുള്ള നിലയിൽ തിരുമേനിയുടെ സാന്നിധ്യം കുറെ കൂടെ ബലപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തിരുമേനിയുടെ തിരുശേഷിപ്പ് ഇവിടെ, തിരുശേഷിപ്പ് 2-3 അർത്ഥത്തിൽ അതുണ്ട്. ഇവിടെ നമ്മൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ എന്താ സ്ഥാപിക്കുമ്പോൾ തിരുമേനി ഇവിടെ വന്ന് ഇരിക്കുകയാണ് ഈ ദേവാലയത്തിൽ. The presence of വട്ടശ്ശേരി തിരുമേനി will be always in this church, in the Madbaka, and always with you. അത് ഈ ഇടവകയ്ക്കും ഒരു അനുഗ്രഹമാണ്, നിങ്ങൾക്കും അനുഗ്രഹമാണ്. കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, എനിക്ക് ഒത്തിരി പറയാൻ തോന്നുന്നുണ്ട്. ബിബ്ലിക്കൽ സെൻറ്റേഡായിട്ട് തിരുമേനിയുടെ അസ്ഥി ഇവിടെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല, തിരുമേനി ധരിച്ച ചില ഭൗതികമായി തിരുശേഷിപ്പ്. ഇന്നത്തെ എവൻഗേലിയം നിങ്ങൾ വായിച്ചോ? തമ്പുരാനോട് അവർ പറഞ്ഞെന്താണെന്നറിയാവോ? രോഗികളെ കൊണ്ടുവന്നിട്ട് നിൻ്റെ ഉടുപ്പിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടോട്ടെ, അനുവാദം ചോദിച്ചു. എവൻഗേലിയം നിങ്ങൾ വായിച്ചപ്പോൾ കേട്ടോ എനിക്കറിയാൻ മേല. കുറേ രോഗികളെ അവിടെ വരുത്തി, അവർ വന്നിട്ടൊക്കെ കർത്താവിൻ്റെ ഉടുപ്പിൻ്റെ തൊങ്ങൽ തൊട്ടു. മോശ അത്ഭുതങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചതിന് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ? ഒരു കഷ്ണം വടിയാണ്. ആ കഷ്ണം വടി നീട്ടിയപ്പോൾ കടൽ രണ്ടിടത്തേക്ക് പോവുകയാണ്. ആ വടി താഴെ ഇട്ടപ്പോൾ സർപ്പമായി തീരുകയാണ്. ആ വടി എടുത്തപ്പോൾ വീണ്ടും അതൊരു കൊച്ചു വടിയായി തീരുകയാണ്. വാട്ട് എ ട്രെമൻഡസ് വണ്ടേഴ്സ് ത്രൂ മെറ്റീരിയൽ ഐറ്റംസ്. എന്തെല്ലാം വണ്ടേഴ്സാണ് നടക്കുന്നത്. അപ്പോസ്തലന്മാർ നടന്നു പോകുമ്പോഴോ അപ്പോസ്തലന്മാരുടെ ശരീരത്തിൻ്റെ നിഴലെ ഒന്ന് തട്ടണമെന്ന് വിചാരിച്ച് ആൾക്കാരവിടെ ഡെറിയും ഏതാണ്ടൊക്കെ വിരിച്ച് മനുഷ്യരവിടെ കിടത്തുകയാണ്.
അപ്പോസ്തലന്മാർ ഷൂ എന്ന് പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഈ നിഴല് ഈ രോഗിയുടെ ദേഹത്ത് വീണാൽ സൗഖ്യമാണ്. ഏലീശ പ്രവാചകൻ്റെ ആണെന്ന് തോന്നുന്നു, അസ്ഥി എവിടെയോ തൊട്ടപ്പോൾ മൃതദേഹം എഴുന്നേറ്റ് ഓടുകയാണ്. എന്തെല്ലാം സംഗതികളാണ് ബൈബിളിലുള്ളത്. അതൊക്കെ നമ്മൾ വിചാരിക്കും ഇമ്മെറ്റീരിയൽ, ലോകത്തിലെ മെറ്റീരിയലായിട്ടുള്ള ആർട്ടിക്കിൾസ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന്. പരിശുദ്ധ ജീവിതം നയിച്ചാൽ ആ പരിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ അസ്ഥികളായാലും കൊള്ളാം, അദ്ദേഹം ധരിച്ച വസ്തുക്കളായാലും കൊള്ളാം, അദ്ദേഹം വാഴ്ത്തിക്കൊടുത്ത വസ്തുക്കളായാലും കൊള്ളാം, എല്ലാം അത് ഡിവൈൻ മിറക്കിൾസ് ഒക്കെ അതിൻ്റെ പിറകിലുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു പച്ച ഇരുമ്പ് ഒരു കാന്തത്തോട് കുറേ സമയം വെച്ചിട്ട് ഒന്ന് ഉരസി നോക്കൂ. നമ്മുടെ മുട്ടുസൂചിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കോല് പോലെ നിൽക്കുകയല്ലേ, ഒരു കാന്തത്തിൻ്റെ മേളിൽ തൊടിയിച്ചാൽ വായി. ഫോർ ദാറ്റ് ടൈം ബീയിങ് ദ മുട്ടുസൂചി ഹാസ് ബിക്കം മാഗ്നറ്റ്. അപ്പോൾ തപസ്സിനും പരിശുദ്ധ ജീവിതത്തിനും ഉള്ള മിറാക്കുലസ് പവർ, ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇൻ്റലിജൻസ്, ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ബിയോണ്ട് അവർ കേപ്പബിലിറ്റി. അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ, ഇറ്റ് ഈസ് അൺഎക്സ്പ്ലെയിനബിൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനൊരു പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അത്ഭുതം കാണിക്കാനല്ല സ്ഥാപിക്കപ്പെടുന്നത്. ആ പിതാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് വരുത്താൻ, ഹിസ് പ്രസൻസ് വിൽ ബി ഫിൽഡ് വിത്ത് ദിസ് ചർച്ച് ആൻഡ് ദി ഇൻ്റർസെഷൻ ടു അവർ ബിലവഡ് വട്ടശ്ശേരി തിരുമേനി ഈസ് മോർ ഹെൽപ്ഫുൾ ടു അസ്. നമ്മുടെ മനസ്സിൻ്റെ സംഘർഷവും നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ ഒക്കെ അവിടെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ നോക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അല്പമൊക്കെ സമയം കൂടി എന്നെനിക്കറിയാം. ഈ ഇടവകയെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹ്രസ്വമാണെങ്കിലും ഉത്കൃഷ്ടമാണ് ഈ വരവ്. ചെറുതാണ്, വളരെ ചെറുതാണ്. അവിടെ ഇവിടെയൊക്കെ പോകണമെന്നൊക്കെ പലരും പറയും, ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒട്ടും സമയമില്ല. അതുപോലെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ യാത്രയും ചെയ്ത് ഉണ്ടെങ്കിൽ ഉണ്ടു, ഉറങ്ങിയെങ്കിൽ ഉറങ്ങി എന്ന വിധത്തിലാകുമ്പോൾ ഇറ്റ് അഫക്ട്സ് ദ ഹെൽത്ത് ഓൾസോ. ഇനി ഞാൻ വന്ന ഉടനെ എനിക്ക് ഇച്ചിരി ചോറ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് ഞാനൊരു 10 മിനിറ്റ് കൊടുത്ത് മുങ്ങിയത്. കാരണം അത് ആ സമയത്ത് അത് കഴിക്കണമെന്ന് പിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നുണ്ട്. എനിവേ, ഈ ഇടവക ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുമേൻ്റെ സാന്നിധ്യം ഈസ് മോർ ഗ്രേസ്ഫുൾ ടു മീ ആൻഡ് ടു യു ഓൾസോ. ഈ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനയുടെ സാന്നിധ്യവും പ്രതിഷ്ഠയും ഇൻ്റർസെഷൻ നിമിത്തമായിട്ട് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു വചസ്സുകൾ അല്ലെങ്കിൽ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ആശീർവാദം നൽകുന്നതും എല്ലാവർക്കും 2 ലൈനായിട്ട് മുന്നോട്ട് വന്ന് കൈമുത്തി പിരിയാവുന്നതുമാണ്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റങ്ങളും കുറവുകളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെട്ടാക്കി തീർക്കുമാറാകട്ടെ. ക്ഷേമാപൂർവകാദീശോ ഹോശോവകുലസ്പാൻ്റെ വന്മി.
ദൈവം